നമസ്കാരം. യുകെയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സിന് രോഗിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഓൾഡാം റോയൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ശനിയാഴ്ച ചികിത്സ വൈകിയതിന്റെ പേരിലാണ് രോഗി നഴ്സിനെ കുത്തിവീഴ്ത്തിയത്. കുത്തേറ്റത് മലയാളി നഴ്സിനാണെന്ന വിവരം പുറത്തു വന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് യുകെയിലെ മലയാളി സമൂഹം. 2007 മുതൽ യുകെയിൽ താമസിച്ചു വരുന്ന 57-കാരി അച്ചാമ ചെറിയാനെയാണ് അക്യൂട്ട് മെഡിക്കൽ യൂണിറ്റിൽ ഡ്യൂട്ടിക്കിടെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചത്. ചികിത്സയിൽ കഴിയുന്ന അച്ചാമ അപകടനില തരണം ചെയ്തതായിട്ടാണ് ഒടുവിലെത്തുന്ന വിവരം. ഇന്നലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ വിദഗ്ധർ പരിശോധിച്ചതായി വിവരം പുറത്തു വന്നു. ബ്രിട്ടൻ അടുത്ത നാളുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുമ്പോൾ ക്ഷമകെട്ട ജനങ്ങൾ ജീവനക്കാർക്കെതിരെ രോഷാകുലരാകുമോ എന്ന ഭയം കൂടിയാണ് ഈ സംഭവത്തോടെ ഉടലെടുത്തിരിക്കുന്നത്. ഏറെ നേരം ചികിത്സയ്ക്കായി കാത്തിരുന്ന രോഷാകുലനായ പ്രതി അച്ചാമയെ കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഇവരുടെ കഴുത്തിലാണ് പരിക്കേൽപ്പിച്ചത്. ആക്രമിച്ച 37-കാരൻ റോമൻ ഹെഗ്വിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. വധശ്രമ കേസ് ചുമത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ഹേഗ് തന്റെ പേര് മുഹമ്മദ് റോമൻ ഹേഗ് എന്നാണെന്ന് വ്യക്തമാക്കി. കേസ് വാദത്തിനായി ഫെബ്രുവരി 18-ന് മിൻസ്ഹൾ സ്ട്രീറ്റ് ക്രൗൺ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. ഈ സമയം വരെ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയാണ് കോടതി ചെയ്തത്. ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രികയാണ് ആയുധമാക്കിയതെന്ന് സൂചനയുണ്ട്. അലക്സാണ്ടർ ചാണ്ടിയാണ് അച്ചാമയുടെ ഭർത്താവ്. ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. ആശുപത്രിയിൽ നിന്നും ഏതാനും മിനിറ്റ് മാത്രം അകലെയാണ് അച്ചാമ ചെറിയാനും ഭർത്താവും താമസിച്ചു വരുന്നത്. ആശുപത്രികളിൽ വിന്റർ ഫ്ലൂവിനൊപ്പം 4 തരം പനിബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ 2 നാൾ കാത്തിരുന്നാലും ഇപ്പോൾ ഡോക്ടർമാരെ കാണാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. സാധാരണ വിന്റർ ഫ്ലൂ പ്രായം ചെന്നവരെയും കുട്ടികളെയുമാണ് കൂടുതൽ ബാധിച്ചിരുന്നെങ്കിൽ ഇത്തവണ ചെറുപ്പക്കാരെയും ഇരകളാക്കുകയാണ്.